2 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായി എത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ടെസ്ല സിഇഒ എലോൺ മസ്കും US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വാട്സും. വാഷിംഗ്ടൺ DC-യിലെ ബ്ലെയർ ഹൌസിൽ എത്തിയാണ് ഇലോൺ മസ്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടത്. ഇലോൺ മസ്കിനൊപ്പം മകൻ A12ഉം മറ്റു മക്കളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനെത്തിയിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ചയാണ് ഇനി നടക്കാനിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കായി ഒരുക്കിയിട്ടുള്ള പ്രത്യേക അത്താഴ വിരുന്നിൽ വെച്ചായിരിക്കും ട്രംപും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുക. കഴിഞ്ഞ മാസം അധികാരമേറ്റതിനു ശേഷം ആഴ്ചകളിൽ ട്രംപ് ആതിഥ്യം വഹിക്കുന്ന 4ാമത്തെ ലോക നേതാവാണ് പ്രധാനമന്ത്രി മോദി. ഇന്ന് രാവിലെ സമീപിച്ച US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വാട്സുമായുള്ള പ്രധാനമന്ത്രി മോദിയുടെ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് മോദിയും ഇലോൺ മസ്കും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. ഇരുവരും തമ്മിലുള്ള ചർച്ചകൾ സാങ്കേതിക വിദ്യ, നവീകരണ മേഖലകളിൽ ഇന്ത്യ-US ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ട്രംപ് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷമുള്ള പ്രധാനമന്ത്രി മോദിയുടെ ആദ്യ US സന്ദർശനമാണിത്. ബുധനാഴ്ച US-ലെത്തിയ ശേഷം ഇന്ത്യൻ അമേരിക്കൻ പ്രവാസികളിൽ നിന്നും പ്രധാനമന്ത്രി മോദിക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചിരിക്കുന്നത്. US സന്ദർശനത്തിൽ പ്രധാനമന്ത്രി മോദി ആദ്യമായി ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയത് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വാട്സുമായിട്ടായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ അദ്ദേഹവുമായി ഉഭയകക്ഷി പങ്കാളിത്തത്തെയും ആഗോള വെല്ലുവിളികളെക്കുറിച്ചും ചർച്ചകൾ നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തമ്മിൽ ബ്ലെയർ ഹൌസിൽ നടന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി ജയശങ്കറും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവാലും പങ്കെടുത്തിരുന്നു. തുടർന്ന് മോദി US ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡിയെയും കണ്ടിരുന്നു. മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു US നാഷണൽ ഇന്റലിജൻസിന്റെ 8ാമത്തെ ഡയറക്ടറായി തുളസി ഗബ്ബാർഡ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പ്രസിഡന്റ് ട്രംപുമായുള്ള തന്റെ മുൻ സഹകരണത്തിന്റെ വിജയങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ സന്ദർശനമെന്ന് യാത്രയ്ക്ക് മുമ്പ് പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സാങ്കേതിക വിദ്യ, വ്യാപാരം, പ്രതിരോധം, ഊർജം, വിതരണ ശൃംഖലയിലെ പ്രതിരോധം എന്നീ മേഖലകളിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിലായിരിക്കും ഇരു രാജ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.